NSSുമായുള്ള ഐക്യ നീക്കത്തിനിടെ SNDPയുടെ നിർണായക യോഗം ഉടൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിലാണ് യോഗം ചേരുക. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ആലോചനകളും ഈ യോഗത്തിൽ ഉണ്ടാകും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ്. അശ്വിൻ, യോഗം ചേരാൻ സമയമായോ? അല്പസമയത്തിനുള്ളിൽ ആ നിർണായക യോഗത്തിലേക്ക് SNDP കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടത്തിയ പരസ്യ പ്രസ്താവനകൾ ഇരു നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് ഈ ഐക്യ നീക്കത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. എന്തായാലും ഈ യോഗവുമായി ബന്ധപ്പെട്ട ഇന്ന് പല കാര്യങ്ങൾ ചർച്ചയാവുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NSS SNDP ഐക്യ നീക്കം തന്നെയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കറിയാവുന്നതിൽ 3 തവണയാണ് NSSും SNDPയും തമ്മിൽ ഒരു ഐക്യ നീക്കം ഉണ്ടായത്, ഐക്യ ചർച്ചകളുണ്ടായത്. 1976, അതിന് പിന്നാലെ 2005, പിന്നീട് 2012. ഈ 3 കാലഘട്ടങ്ങളിലും ഇരു സംഘടനകളും നേതാക്കളുടെ തമ്മിലടിയെ തുടർന്ന് പിരിഞ്ഞു പോവുകയായിരുന്നു ഈ ഐക്യനീക്കം. ഒടുവിൽ 2012 വലിയ ഒരു തർക്കത്തിലേക്ക് ഇരു സമുദായ നേതാക്കളും പോയിരുന്നു. പിന്നീട് അന്ന് G. സുകുമാരൻ നായർ പരസ്യ പ്രസ്താവന നടത്തിയത് വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം NSS SNDP ഐക്യം നടക്കുന്ന കാര്യമല്ല എന്നുള്ളതായിരുന്നു അന്ന് G. സുകുമാരൻ നായരുടെ പ്രതികരണം. അതിന് പിന്നാലെ വെള്ളാപ്പള്ളിയും NSSനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്തായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ആ തർക്കങ്ങളെല്ലാം മറന്നുകൊണ്ട് വീണ്ടും ഒരു ഐക്യത്തിലേക്ക് സമുദായ സംഘടനകൾ നീങ്ങുകയാണ്. എന്തായാലും ആ നിർണായക ചർച്ചകൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ SNDPയുടെ എല്ലാ നേതാക്കളും എല്ലാ ഭാരവാഹികളും ഇപ്പോൾ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ മാത്രം ഭാരവാഹികളല്ല, SNDPയുടെ എല്ലാ ശാഖാതലങ്ങളിലും അതിനപ്പുറത്തേക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള ശാഖകളുണ്ട്. ഒപ്പം രാജ്യാന്തരത്തിൽ പുറത്തേക്കുള്ള രാജ്യത്തിന് പുറത്തുള്ള പല രാജ്യങ്ങളും ബഹ്റൈനിലടക്കം SNDPക്ക് ശാഖായോഗങ്ങളുണ്ട്. അവിടങ്ങളിൽ നിന്ന് പോലും ഭാരവാഹികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതുകൂടാതെ പോഷക സംഘടനകൾ കൂടി ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതായത് SNDPയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാന നേതൃത്വം മാത്രം എടുക്കുന്ന ഒരു തീരുമാനമാവരുത് ഇത്തരത്തിലൊരു ഐക്യ നീക്കം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്ര മേഖലകളിൽ നിന്നും സംഘടനയുടെ സമുദായത്തിൻ്റെ സമഗ്ര മേഖലകളിൽ നിന്നുമുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിന് ശേഷമായിരിക്കും ഈ തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും അല്പസമയത്തുള്ള വെള്ളാപ്പള്ളി നടേശൻ കൂടി യോഗസ്ഥലത്തേക്ക് എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.